ഹായ്, എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലകൾ അഥവാ ടിഷ്യൂസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് കലകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കലകളെ കുറിച്ചുള്ളത് എന്ന് നോക്കാം. കലകൾ നമ്മൾ കോശം ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് കലകൾ എന്ന് ചോദിച്ചു വെച്ചാൽ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും പക്ഷെ എന്താണ് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ ഒരു സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിഷ്യൂ അഥവാ കലകൾ എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയൊക്കെ നമുക്ക് കലകൾ കാണാൻ കഴിയും? സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ നമുക്ക് ഈ ടിഷ്യൂസ് കാണാൻ കഴിയും. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സസ്യങ്ങളിലും ജന്തുക്കളിലും എന്തുണ്ട്, കലകള് ഉണ്ട്. ഇനി കലകളെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം. കലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി എന്ന് അറിയപ്പെടുന്നു. ഇനി വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനാണ് കലകള് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ കലകളെ കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? ഹിസ്റ്റോളജി എന്നാണ് കലകളെ കുറിച്ചുള്ള പഠനം. വ്യത്യസ്തമായിട്ടുള്ള ശാരീരിക ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് കലകള് നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കലകള് നമുക്കറിയാം ഒറ്റ കോശത്തിൽ നിന്നാണ്. അതായത് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട്. എങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്? നമ്മുടെ എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ അണ്ടും ഓവും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ്? വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സൈഗോട്ടിലുള്ളത്. അതിനുശേഷം അത് ഭ്രൂണകോശമായിട്ട് എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ അതിലെങ്ങനെയായിരിക്കും? ഭാഗികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവും. കാരണം കുറെ കോശങ്ങൾ ചേർന്നിട്ട് വൈവിധ്യവൽക്കരണം നടന്നിട്ട് ഇത് കുറെ ഫങ്ഷൻസ് ഇവിടെ നടക്കും. ഇതില് വൈവിധ്യവൽക്കരണം നടന്നിട്ടില്ല സൈഗോട്ടില്. അതിനുശേഷം ഭ്രൂണകോശമായിട്ട് അത് മാറുമ്പോൾ അവിടെ ഭാഗികമായിട്ട് എന്ത് വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം അത് പ്രത്യേക ധർമ്മങ്ങള്, അതായത് നാഡീകോശങ്ങള്, അസ്ഥികോശങ്ങള്, രക്തകോശങ്ങൾ, പേശികോശങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫോം ചെയ്യണു. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ കോശത്തിൽ നിന്ന് തന്നെ എന്തുണ്ടാവുന്നത്? പലതരം ഫങ്ഷൻസിനുള്ള ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നോക്കാം. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങൾ ചേർന്നിട്ട് അതെന്തായിട്ട് മാറും? ഭ്രൂണായിട്ട് മാറും. സൈഗോട്ട് ആവുമ്പോ അതിലെന്തുണ്ടാവില്ല? വൈവിധ്യവൽക്കരണം നടന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ട് അത് ഭ്രൂണമായിട്ട് മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഈ ഭ്രൂണകോശം വ്യത്യസ്ത ഫങ്ഷൻസ് ചെയ്യണ, അതായത് നാഡീകോശം, അസ്ഥികോശം ഒക്കെ ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനത്തിനെ പറയുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ SCERT ഫാക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാതെ ഇങ്ങനെ ഇതേ ഫോമിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തതാണ് വിത്തുകോശങ്ങൾ. എന്താണ് വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഏത് ഫോമിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയാം. അപ്പൊ എന്താണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെച്ചാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് എന്ത്? വിത്തുകോശങ്ങൾ. ഏത് കോശമായിട്ട് വേണമെങ്കിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് എന്ത്? വിത്തുകോശങ്ങൾ.
ഇതിനെ അതുകൊണ്ട് തന്നെ ഇതിനെ എന്തും പറയും, മൂലകോശങ്ങൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ വിത്ത് കോശങ്ങളുടെ വേറൊരു പേരാണ് മൂലകോശങ്ങൾ. ഏത് സെല്ലായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപപ്പെടുന്നത്. നമുക്ക് ഏത് ഫോമിലേക്ക് വേണമെങ്കിലും ഏത് സെല്ലായിട്ട് വേണമെങ്കിലും അതിനെ രൂപപ്പെടുത്താം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ വൈവിധ്യവൽക്കരണം, ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങളെ നമ്മൾ മറ്റു കോശങ്ങളായിട്ട് രൂപപ്പെടുത്തുന്നത്. വിത്തുകോശങ്ങൾ വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. അപ്പൊ വിത്തുകോശങ്ങൾക്ക് എങ്ങനെയാണ് വിഭജനത്തിലൂടെ ഒന്നല്ലെങ്കിൽ മറ്റു കോശമായിട്ട് മാറാം, അല്ലെങ്കിൽ അതേ കോശമായിട്ട് തുടരാനുള്ള കഴിവും ആർക്കുണ്ട്, വിത്തുകോശങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവും ഉണ്ട്. അതുകൊണ്ട് കോശങ്ങൾ നശിക്കുമ്പോൾ, നമ്മുടെ കോശങ്ങളൊക്കെ നശിക്കുന്ന സമയത്ത് ഈ വിത്ത് കോശങ്ങളാണ് എന്തായിട്ട് ആ കോശങ്ങളായിട്ട് മാറിയിട്ട് ആ ഫങ്ഷൻസ് ചെയ്യണത്. ഇനി വിത്ത് കോശങ്ങളെ എവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ചോദിച്ചു വെച്ചാൽ മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലാണ് ഈ വിത്ത് കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഫങ്ഷൻ ചെയ്യണ ഒരു കോശം നശിച്ചു പോവുകയാണെങ്കിൽ ഈ വിത്ത് കോശം എന്ത് ചെയ്യും, അതിന്റെ ഫങ്ഷൻ ഏറ്റെടുത്ത് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ വിത്തുകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മജ്ജ, ത്വക്ക്, അന്നപദം എന്നിവയിലാണ് വിത്തുകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഏത് ഫോമിലേക്ക് ഏത് സെല്ലിന്റെ ഫങ്ഷൻ വേണമെങ്കിലും ഈ വിത്തുകോശങ്ങൾ മാറ്റാവുന്നത് കൊണ്ട് തന്നെ ഇത് ഗവേഷണശാലകളിൽ എന്താണ് സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താം. അതുകൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ നമുക്ക് എന്താണ് പലവിധ അസുഖങ്ങൾക്കുള്ള പരിഹാരമായിട്ടും ഈ വിത്തുകോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വിത്തുകോശങ്ങളുടെ ഗവേഷണങ്ങൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. നമ്മുടെ വൈദ്യ ചികിത്സാ രംഗത്ത് വലിയൊരു മാറ്റമാണ് ഈ വിത്തുകോശങ്ങളുടെ ഗവേഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എയിം സ്റ്റഡി സെന്റർ നമ്മുടെ വിജയഗാഥ തുടരുകയാണ്. LP, UP, K.TET, ജനറൽ PSC എന്നിവയൊക്കെ എല്ലാം എന്താണ് പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം 450-ലധികം പേര് K.TET-ലും അതുപോലെ തന്നെ 250-ലധികം പേരെ LP, UPയിലും വിജയിപ്പിക്കാൻ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനും മറ്റു ഡൗട്ട് ക്ലിയറൻസിനുമായിട്ട് 9446537080 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വർഷവും എയിംസിന് വിജയഗാഥ തന്നെയാണ്. 500-ലധികം പേരാണ് K.TET-ൽ വിജയിച്ചിരിക്കുന്നത്. നമുക്ക് വലിയൊരു റിസൾട്ടാണ് ഇപ്രാവശ്യം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ജന്തുകലകൾ. ഇപ്പം നമ്മൾ കലകൾ എന്താണെന്ന് പഠിച്ചു, വിത്ത് കോശങ്ങൾ എന്താണെന്ന് പഠിച്ചു, ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ജന്തുകലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താണ് ആവരണകല എന്ന് നോക്കി വെച്ചാൽ ശരീരത്തെ നമുക്കറിയാം, ആവരണം എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ. ആവരണം എന്ന് പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും പൊതിഞ്ഞു സൂക്ഷിക്കുക. അപ്പോൾ ആവരണകല ആ പേരിൽ തന്നെ നമുക്കറിയാം എന്താ, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, ആവരണം ചെയ്യുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് എന്ത്, ആവരണകല. അപ്പൊ ആ പേരിൽ തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടി അല്ലെ. അതായത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ഏത്, ആവരണകല. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. എവിടെയാണ് ആവരണം ചെയ്യുന്നത്, അന്നപദത്തിന്റെ ഉൾഭിത്തിയാണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾഭിത്തിയാണ് ആവരണം ചെയ്തിരിക്കുന്നത്. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നു. ഇനി സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഓരോ കോശങ്ങൾക്കും ഓരോ ടിഷ്യൂവിനും ഓരോ ധർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ അല്ലെങ്കിൽ ആവരണകലയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ എന്തൊക്കെയാണ്, സംരക്ഷിക്കുക, അതുപോലെ തന്നെ ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം. ഈ ധർമ്മങ്ങളൊക്കെയാണ് ആര് ചെയ്യണത്, ആവരണകല ചെയ്യണത്. അപ്പൊ ഒരു എന്താണ് ആവരണകല. ആവരണകല എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അതിന്റെ പേര് പോലെ തന്നെ അത് പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ആവരണകല.
അന്നപദത്തിന്റെ ഉൾഭിത്തിയാണ് അത് ആവരണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ സംരക്ഷണം, ആഗിരണം, അതുപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപാദനം. ഇതൊക്കെയാണ് എന്ത് ഈ ആവരണ കലയുടെ എന്തായിട്ട് വരുന്നത്, ധർമ്മമായിട്ട് വരുന്നത്. അടുത്തതാണ് നാഡീകല. നമുക്കറിയാം അല്ലെ, നാഡികള് നമ്മുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നാഡീകല ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് നാഡീകല? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് കലയാണ്? നാഡീകലയാണ് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ശരീരത്തിന് അകത്തും പുറത്തും ഉള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? നാഡീകലയാണ്. എന്തൊക്കെയാണ്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് അകത്തും പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താണ് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്തതാണ് പേശികല. പേശികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമുക്ക് ഒരു ചലന സ്വാതന്ത്ര്യം തരുന്നത് ആരാണ്? പേശികളാണ് അല്ലെ. അതായത് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കോശങ്ങളാണ് ഏതില്? പേശികലയിൽ. അപ്പൊ നമുക്കൊരു സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ തരുന്നത് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പേശികലയാണ്. അപ്പൊ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? പേശികലയിലാണ്. ശരീരചലനം സാധ്യമാക്കുന്നു. ശരീരത്തിന്റെ മൂവ്മെന്റ്, നമ്മുടെ മൂവ്മെന്റിനെയൊക്കെ സഹായിക്കുന്നത് ആരാണ്? പേശികലയാണ് നമ്മുടെ മൂവ്മെന്റിനെയൊക്കെ സഹായിക്കുന്നത്. അപ്പൊ പേശികല എന്തൊക്കെയാണ് ചെയ്യുന്നത്? സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശികലകള്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്ന കലകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? പേശികല എന്നാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശികലകള്. ശരീര ചലനം സാധ്യമാക്കുന്നതും ആരാണ്? പേശികലകളാണ്. അടുത്തതാണ് യോജക കല. അതിന്റെ പേര് പോലെ തന്നെ യോജകം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? യോജിപ്പിക്കാൻ അല്ലെ. അതായത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന കലകളാണ് എന്ത്? യോജക കലകൾ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അപ്പൊ മറ്റു കലകളെ എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കാൻ, യോജിപ്പിക്കുക. ആ പേരും തന്നെ ഉണ്ട്, യോജക കല. അപ്പൊ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് എന്ത്? യോജക കലകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഏതൊക്കെയാണ് നമുക്ക് യോജക കലയായിട്ട് പറയാന്ന് ചോദിച്ചു വെച്ചാൽ അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അപ്പൊ ഏതൊക്കെയാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. രക്തമൊക്കെ എന്തില് ഉദാഹരണമാണ്? ഒരു യോജക കലയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ രക്തം ഏത് കലയ്ക്കാണ്? ഈ പറയുന്ന ഏത് ടിഷ്യൂവിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഏതിനാണ് പറയേണ്ടത്? യോജക കല. യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, പല കലകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് യോജക കല. അപ്പൊ അതിന് ഉദാഹരണം ഏതൊക്കെ പറയാം നമുക്ക്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന്
താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നമുക്കറിയാം, നമ്മൾ ഈ ആകൃതിയിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആകൃതി ഉണ്ടെങ്കിൽ അതിന് ആരാണ് കാരണം? നമ്മുടെ അസ്ഥികളാണ് അല്ലെ. നമുക്ക് ആകൃതികളൊക്കെ ആകൃതിയില് നമ്മളെ നിലനിർത്തുന്നത് എന്താണ്? അസ്ഥികളാണ്. അപ്പൊ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അപ്പൊ അസ്ഥിയും തരുണാസ്ഥിയും എന്താണ്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് അസ്ഥിയും തരുണാസ്ഥിയുമാണ്. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. നാരുകലയാണെങ്കിൽ എന്താണ്? വേറുള്ള കലകളെ ബന്ധിപ്പിക്കുന്നു, ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. അപ്പൊ രക്തത്തിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ, ഒന്ന് പദാർത്ഥ സംവഹനം, നമ്മുടെ ഭക്ഷണമായാലും അതുപോലെ ഓക്സിജൻ ആയാലും അതിന്റെയൊക്കെ പദാർത്ഥ സംവഹനം നമ്മുടെ ശരീരത്തിൽ മുഴുവൻ നടത്തുന്നത് ആരാണ്? രക്തമാണ് അല്ലെ. അപ്പൊ പദാർത്ഥ സംവഹനം, അതുപോലെ തന്നെ രോഗപ്രതിരോധം. നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് അറിയാം, WBC വൈറ്റ് ബ്ലഡ് കോർട്ടിസൽസ് ആണല്ലേ. അപ്പൊ എന്താണ്? രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ ആരാണ് നിർവഹിക്കുന്നത്? രക്തമാണ് നിർവഹിക്കുന്നത്. അപ്പൊ അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവയാണ് യോജക കലകള്. അതിൽ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. നാരുകലയാണെങ്കിൽ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ തരുന്നത് നമുക്ക് ആരാണ്? ആ ധർമ്മം നിർവഹിക്കുന്നത് രക്തമാണ്. അടുത്തത് യോജക കലകള്. ഇത് ഒരു SCERT ഫാക്റ്റ് ആണ്. അപ്പൊ ഇതിന്ന് ഏതെങ്കിലും പോയിന്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണെങ്കിലും വരാം. അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകള് ചെയ്യുന്നത്. അപ്പൊ യോജക കലകൾക്ക് എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു വെച്ചാൽ, പേര് പറയുന്നത് പോലെ തന്നെ യോജിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മം നിർവഹിക്കുന്നതാണ്. അപ്പൊ എന്താണ്? അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണിനെയും വൃക്കയെയും ഒക്കെ എന്താണ്? ആ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല, ഇവയെല്ലാം എന്താണ്? ഈ ധർമ്മം, യോജക കലയുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഇനി യോജക കലകളായ അസ്ഥിയും തരുണാസ്ഥിയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? യോജക കലയായ അസ്ഥിയും തരുണാസ്ഥിയും എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നതിനോടൊപ്പം ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കാനും ആരാണ് സഹായിക്കുന്നത്? നമ്മുടെ അസ്ഥിയും തരുണാസ്ഥിയുമാണ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ദ്രാവക കലയായ രക്തം യോജക കലകളിൽ പെടുന്നു. അപ്പൊ ഈ താഴെ പറയുന്ന ഏത് കലയിലാണ് രക്തം പെടുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചാൽ ഏതാണ് എഴുതേണ്ടത്? നമ്മൾ യോജക കലയിലാണ് രക്തം പെടുന്നത്. അപ്പൊ എന്താണ്? ദ്രാവകമാണ്, ഇതൊരു ദ്രാവകമാണല്ലോ. അപ്പൊ ദ്രാവക കലയായ രക്തവും യോജക കലകളിലാണ് പെടുന്നത്. അതുപോലെ തന്നെ ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? നമ്മുടെ ഓക്സിജനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ പോഷക ഘടകങ്ങളും ഒക്കെ സംവഹനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ രക്തമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നൽകുന്നതും ആരാണ്? രക്തമാണ്. രക്തം ഒരു യോജക കലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ ഫങ്ഷൻസും ചെയ്യണതായതാണ് യോജക കലയാണ്. അതുകൊണ്ട് തന്നെ യോജക കല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജന്തു കലകൾ കഴിഞ്ഞു.